നമസ്കാരം പ്രിയമുള്ളവരെ. സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ, വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി ആനുകൂല്യങ്ങൾ, അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യം, കർഷക തൊഴിലാളി പെൻഷനുകൾ, ഈ ധനസഹായങ്ങളിൽ ഏതെങ്കിലുമൊക്കെ നമ്മളുടെ വീടുകളിൽ വാങ്ങുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പ്രതിമാസം 2000 രൂപ വീതം നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ, നമ്മളുടെ വീടുകളിൽ ലഭിക്കുന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട 4 വരുന്ന പ്രധാന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ജനുവരി മാസം തന്നെ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കുക. 2026 മുഴുവനും നമുക്ക് ആനുകൂല്യം ലഭിക്കേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും വേണ്ട ക്രമീകരണങ്ങൾ നമ്മളുടെ ഭാഗത്തുനിന്ന് ചെയ്യുകയും ചെയ്യണം. ആദ്യത്തെ പ്രധാന അറിയിപ്പ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടാണ്. ഇനി അങ്ങോട്ട് എല്ലാ മാസങ്ങളുടെയും 20-നും 30-നും ഇടയിലുള്ള തീയതികളിലായിരിക്കും പെൻഷൻ വിതരണം. 25-ാം തീയതിയോടെ പെൻഷൻ വിതരണം ആരംഭിക്കുന്ന രീതിയിലായിരിക്കും ക്രമീകരണങ്ങൾ ചെയ്യുക. വിശേഷ സമയങ്ങളിൽ മാത്രമായിരിക്കും മുൻകൂട്ടി പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുക. പ്രതിമാസം 2000 രൂപ വീതം നമുക്കൊരു തടസ്സവും കൂടാതെ ലഭിക്കും. ഇനി പെൻഷൻ വർധനവ് വീണ്ടും ഉണ്ടാകുമെന്നൊക്കെ വിവിധ സൂചനകൾ വരുന്നുണ്ട്. അത് സംസ്ഥാന ബജറ്റിനെ ആശ്രയിച്ചിരിക്കും. ഈ മാസം 29-ാം തീയതിയാണ് ബജറ്റ്. അതിലായിരിക്കും എന്തെങ്കിലും ഒരു വർധനവ് വീണ്ടും വരുന്നുണ്ടെങ്കിൽ അക്കാര്യങ്ങൾ അറിയിക്കുക. അല്ലാത്ത പക്ഷം 2000 രൂപ തന്നെയായിരിക്കും തുടർന്ന് അങ്ങോട്ട് നമുക്ക് ലഭിക്കുകയും. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ഇപ്പോൾ ഈ രീതിയിൽ പെൻഷൻ ലഭിക്കുന്നവരിൽ 8.5 ലക്ഷത്തിനടുത്ത് ഗുണഭോക്താക്കൾ, അത് വിധവാ പെൻഷന്, വാർദ്ധക്യകാല പെൻഷൻ, അതോടൊപ്പം തന്നെ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ, ഈ 3 സ്കീമിൽ ആനുകൂല്യം വാങ്ങുന്നവർക്ക് അതിൽ പലർക്കും, അതായത് നമ്മൾ മുൻപ് പറഞ്ഞ 8.5 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം കൂടി ചേർത്താണ് 2000 രൂപ എന്ന തോതിൽ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ട പ്രകാരം സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം പ്രത്യേകമായിട്ട് വിതരണം ചെയ്യുക. അതിനുശേഷം കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം അത് സെപ്പറേറ്റ് കേന്ദ്ര സർക്കാർ നൽകിക്കൊള്ളാമെന്ന് സംസ്ഥാനത്തെ അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം മുതൽ നമുക്ക് ആ രീതിയിലൊക്കെയാണ് ആനുകൂല്യം ലഭിക്കുന്നത്. 200, 300, 500 എന്നിങ്ങനെ ആനുകൂല്യങ്ങൾ കുറഞ്ഞ് ലഭിക്കുന്നവരുണ്ട്. ഇവർക്ക് ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് PFMS എന്ന് പറയുന്ന DBT സംവിധാനം വഴിയാണ് ആനുകൂല്യങ്ങളുടെ വിതരണം നടക്കുക. അതുകൊണ്ട് തന്നെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് അങ്ങനെയുള്ളവരൊന്ന് പരിശോധിക്കണം. പുതുതായിട്ട് അക്കൗണ്ട് ആരംഭിക്കുന്ന സമയത്ത് ആ ബാങ്ക് അക്കൗണ്ട് ആധാർ സീഡഡ് അക്കൗണ്ടായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഇനി ചില ബാങ്ക് അക്കൗണ്ട് ആധാറുമായിട്ട് സീഡ് ചെയ്യാൻ നോക്കിയാൽ സാധിക്കത്തുമില്ല. അങ്ങനെ വരുമ്പോഴേക്കും പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് എടുക്കേണ്ട സാഹചര്യം ഉൾപ്പെടെ വരുന്നുണ്ട്. അങ്ങനെ ചെയ്തില്ല എങ്കിൽ നമുക്ക് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം മുടങ്ങുന്ന സാഹചര്യമുണ്ടാകും. അപ്പോൾ ഇത് പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് ഒക്കെ ഒന്ന് പരിശോധിക്കുക. ആധാറിൻ്റെ വെബ്സൈറ്റിൽ സംവിധാനങ്ങളുണ്ട്. ഓൺലൈൻ സർവീസ് സെൻറ്ററിൽ എത്തിച്ചേർന്നാലും അവർ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് പരിശോധിച്ച് അതിൻ്റെ റിപ്പോർട്ട് എടുത്തു നൽകുന്നതാണ്. സീഡ് ചെയ്തിട്ടില്ല എങ്കിൽ ബാങ്ക് ശാഖയിൽ എത്തിച്ചേർന്ന് സീഡ് ചെയ്യാനുള്ള സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, വിധവാ പെൻഷൻ അല്ലെങ്കിൽ അവിവാഹിത പെൻഷനാണ് നമ്മളുടെ വീടുകളിലുള്ളവർ വാങ്ങുന്നത് എങ്കിൽ, 60 വയസ്സിന് മുകളിൽ അവർക്ക് പ്രായമില്ല എങ്കിൽ ഇപ്പോൾ അവർ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനുള്ള സമയമാണ്. ജനുവരി മാസം 30-ാം തീയതി വരെ അവർക്ക് സമയം അനുവദിച്ചിട്ടുണ്ട്. അതിനു മുൻപ് ആധാറിൻ്റെ കോപ്പിയും നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റും കൃത്യമായിട്ട് നമ്മുടെ പഞ്ചായത്തിൽ ഇത് ഏൽപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടിയുള്ള അപേക്ഷകൾ ബന്ധപ്പെട്ട ഓൺലൈൻ സർവീസ് സെൻറ്ററുകൾ വഴി നമുക്ക് നൽകാൻ വേണ്ടി സാധിക്കും. അതിനുശേഷം വില്ലേജ് ഓഫീസർ ഇത് അപ്രൂവ് ചെയ്യുമ്പോൾ ഫോണിൽ മെസ്സേജ് എത്തും. അല്ലെങ്കിൽ ഓൺലൈൻ സർവീസ് സെൻറ്ററിൽ കൃത്യമായിട്ട് ഇത് പിന്നീട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ആ രേഖ, ലഭിക്കുന്ന രേഖയും അതോടൊപ്പം തന്നെ നമ്മളുടെ ആധാറിൻ്റെ കോപ്പിയും പഞ്ചായത്തിൽ ഏൽപ്പിക്കുക. പിന്നീട് ഉദ്യോഗസ്ഥർ ഇത് ഒരു സമയത്ത് സേവനയിലേക്ക് അപ്ലോഡ് ചെയ്യുകയും ഫെബ്രുവരി മാസം മുതൽ പെൻഷൻ മുടങ്ങാതെ ഇരിക്കുകയും ചെയ്യുന്നതാണ്. രേഖകൾ സമർപ്പിച്ചില്ല എങ്കിൽ ഫെബ്രുവരി മാസം മുതൽ നമുക്ക് പെൻഷൻ പെൻഡിങ് ആവും. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് വരുമാന സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. സാമൂഹിക സുരക്ഷാ പെൻഷൻ സ്കീമിലാണ് ആനുകൂല്യങ്ങൾ വാങ്ങുന്നത് എങ്കിൽ നമ്മളെല്ലാം തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിരിക്കണം. എന്നാൽ 2019 വരെ പെൻഷൻ ലഭിച്ചുകൊണ്ടിരുന്ന വ്യക്തികളിൽ ചില ഗുണഭോക്താക്കളുടെ വരുമാന സർട്ടിഫിക്കറ്റ് സേവനയിൽ അപ്ലോഡ് ചെയ്തതായി കാണുന്നില്ല. അങ്ങനെയുള്ളവരുടെ ലിസ്റ്റ് പഞ്ചായത്ത് കൃത്യമായിട്ട് എടുക്കുകയും അവരെ വിളിച്ചറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. വരുമാന സർട്ടിഫിക്കറ്റ് തീർച്ചയായിട്ടും സമർപ്പിക്കേണ്ട ഒന്നാണ്. നിലവിൽ പൊതുവായിട്ട് വരുമാന സർട്ടിഫിക്കറ്റിനുള്ള നിർദ്ദേശമൊന്നും വന്നിട്ടില്ല. നിലവിൽ നാളിതുവരെ ഇത് സേവനയിൽ അപ്ലോഡ് ചെയ്യാത്ത ചിലരുണ്ട്. അങ്ങനെയുള്ളവർ മാത്രം വരുമാന സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മതിയാകും. അതൊരു പുനർവേരിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് കൂടിയാണ്. 1 ലക്ഷത്തിന് മുകളിലാണ് വാർഷിക വരുമാനമെങ്കിൽ നമുക്ക് ഈ പെൻഷൻ പദ്ധതി തുടരാൻ സാധിക്കില്ല, നമ്മളെ പുറത്താക്കും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് മുമ്പ് സമർപ്പിച്ചിട്ടില്ലാത്തവരോട് ഇത് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ, ഏതെങ്കിലുമൊക്കെ രേഖകൾ നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ സേവനയുടെ വെബ്സൈറ്റിൽ കയറി സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക. അതിൽ എന്തൊക്കെ രേഖകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഇനി എന്തൊക്കെ കൊടുക്കാനുണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങൾ അവിടെ കാണാൻ സാധിക്കും. ഇനി ഏതെങ്കിലും രേഖകൾ നമുക്ക് ബാധകമല്ല എങ്കിൽ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് അവിടെ കാണാനും സാധിക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.